ഗൈസ്, ഇതാരാണ് നമ്മുടെ കടേൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചവറിട്ടേക്കണത്? എന്തൊരു കഷ്ടമാണ് ഇത്, ഭയങ്കര നാറ്റാണ് കേട്ടോ അവിടെ. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. സോ ഹേ ഗൈസ്, അപ്പോൾ എക്സ്പ്ലോർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കടയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് കൂടുതൽ വാങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നേരെ കിടക്കാം കേട്ടോ. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ കടേൻ്റെ ഉള്ളിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ നമ്മുടെ കട നമ്മൾ ക്ലോസ് ആക്കിയിട്ടേക്കാണ് കേട്ടോ, കാരണം ഒന്നുമില്ല കടേൻ്റെ ഉള്ളിൽ. പിന്നെ ഈ നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നമുക്ക് നല്ല ലാഭം കിട്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ $333 ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ തന്നെ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോർ ലെവൽ പിന്നെ 3 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 ലെവലായിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ആ ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഷെൽഫ് നമ്മുടെ ഈ 2 ഷെൽഫും നമുക്ക് മൊത്തം നിറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രീതി നോക്കണം ഗൈസ്. നമ്മുടെ കയ്യിലിപ്പോൾ ആകെ $333 ഉണ്ട്. അത് വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങളുകൊണ്ട് നമുക്കതൊന്നും ഫില്ലാക്കാൻ പറ്റില്ല ഗൈസ്, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിൽ എന്തോ വന്നിട്ടുണ്ട്, പർച്ചേസ് പ്രോഡക്റ്റ് ലൈസൻസ് ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയ ലൈസൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഗൈസ്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇത്ര പെട്ടെന്ന് ഞാനത് അതിൻ്റെ സംഭവം കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതെന്തായാലും പൊളിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈസൻസ് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. പക്ഷേ അതിന് എത്ര പൈസയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ ഗൈസ്, അതിന് $200 കൊടുത്താൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. അതിൽ എന്തൊക്കെ ഐറ്റംസ് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഗൈസ് 8 മുട്ട വരുന്നുണ്ട്. അതിലൊരു മുട്ടേൻ്റെ ഒരു പാക്കറ്റാണ്, എഗ്ഗിൻ്റെ. പിന്നെ വന്നിട്ട് ഗൈസ് ഒരു ടീൻ്റെ ഇതുണ്ട്, ബ്ലാക്ക് ടീൻ്റെതാണ്. പിന്നെ ചീസ് ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, എനിക്ക് നേരെ കാണുന്നില്ല അത്. അപ്പോൾ ഇതൊക്കെ ഫ്രീസറിൽ വയ്ക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതെന്തായാലും നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. പിന്നെ നമ്മുടെ അടുത്തടുത്ത ലെവലിൽ ഓരോന്ന് ലൈസൻസ് ഉണ്ട്, അതിനൊക്കെ കുറച്ച് $1 കൂടുതൽ കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ഐറ്റംസും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം കേട്ടോ. കുറച്ച് കൂടുതൽ ഐറ്റംസ് നമുക്ക് വാങ്ങാം കേട്ടോ. ഏകദേശം അതിൽ പറ്റുന്ന ഐറ്റംസ് നമുക്ക് വാങ്ങാം. ഫ്രീസറിൽ വെക്കുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫ്രീസർ ഇല്ല കേട്ടോ. ഫ്രീസറല്ല, ഫ്രിഡ്ജ്. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ബ്രെഡൊന്ന് എടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ സ്ലൈസർ ബ്രെഡ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലോർ എടുക്കാം, പിന്നെ പാസ്ത എടുക്കാം. പിന്നെ ഗൈസ് നമ്മുടെ ഈ സൂസു എന്നിട്ട് ഈ ഷുഗർ ഇല്ലേ ഗൈസ്, അതൊന്ന് നമുക്ക് ഒന്നെടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് എടുക്കാം. പിന്നെ നമ്മൾ സീരിയൽസ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലൊന്നും എടുത്തിട്ട് പിന്നെ വല്ല പണി കിട്ടിയല്ലോ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഈ അടിയത്തെ വാങ്ങണം അതായത് മുകളത്തെ വാങ്ങണമെന്ന് എനിക്കൊരറിയത്ത്. മറ്റേ അടിയത്തെ ചായേൻ്റെയാണ്, ഇത് കോഫീൻ്റെയാണ് കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ കോഫീൻ്റെ വാങ്ങിക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത് ഗൈസ്. $157 കൊടുക്കണം. നമ്മുടെ കയ്യിലാകെ 133 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണം മൈനസ് ആക്കാം കേട്ടോ. ഒരെണ്ണം മൈനസ് ആക്കാം. എന്നാലും ഗൈസ് $135 വേണം ഗൈസ്. നമുക്ക് ഒരു സാധനം കൂടി നമുക്ക് എന്തായാലും ഇതാക്കാം കേട്ടോ, മൈനസ് ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ അത്രയും പൈസ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു സാധനം കൂടെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഏതാ ഒഴിവാക്കുക നോക്കട്ടെ. നമ്മൾ ഒരു സാധനം ഇത് ഗൈസ് വരുന്നില്ല കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വരുന്നില്ല. എടാ ഞാനപ്പോൾ അല്ലേ ഒരു സാധനം ശ്രദ്ധിച്ചില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ $147 ഉണ്ട് ഗൈസ് നമ്മുടെ എല്ലാ ഐറ്റംസിനും കൂടി. അപ്പോൾ നമ്മൾ ഒരു സാധനം കൂടി മൈനസ് ആക്കിയാൽ നമുക്കിത് പർച്ചേസ് ചെയ്താൽ വരത്തുള്ളൂ. അത് ശ്രദ്ധിക്കാണ്ട് നമ്മുടെ പർച്ചേസിൻ്റെ ബട്ടൺ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സീരിയൽസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ $107 കൊടുത്തിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകണ്ട, നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വെളിയിൽ അത് വന്ന് ഇരിക്കുന്നുണ്ടാവും ഗൈസ്. അത് ഓക്കെ, ഇതൊരു മല പോലെ അങ്ങനെ മുകളിൽ ഇരിക്കുന്നുണ്ട്. എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് ഗൈസ് നമ്മുടെ ഈ സംഭവത്തിന്. അപ്പം നമുക്കിത് നമ്മുടെ കോഫി പൗഡർ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ റോല് വെക്കാം കേട്ടോ.
ഇതാണ് നമ്മൾ പുതിയ ലൈസൻസ് എടുത്ത് നമ്മൾ ഫസ്റ്റ് സാധനമാണ് ഗൈസ് നമ്മുടെ ഷെൽഫിൽ കൊണ്ട് വയ്ക്കാൻ പോണത്. വെച്ച് ഇത് നമ്മുടെ ഡസ്റ്റ്ബിന്നിൽ ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കൊണ്ട് നമുക്ക് നമ്മുടെ ഷെൽഫിലേക്ക് ഇത് വന്നിട്ട് നമ്മുടെ പാസ്തയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കളിച്ചപ്പോൾ ഒരു ചേച്ചി നമുക്ക് പാസ്തയൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഗൈസ് നമ്മൾ ഇന്നൊരു പാസ്ത എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷെൽഫ് മൊത്തം നമ്മൾ പാതി നിറച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിലൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഞാൻ 2 പാസ്ത ഓർഡർ ചെയ്തു ഗൈസ്. ഞാൻ വേറൊരു സംഭവമാണ് ഓർഡർ ചെയ്തത്, പക്ഷേ മാറിയിട്ട് ഞാൻ പാസ്ത തന്നെ വീണ്ടും ഓർഡർ ചെയ്തു. നല്ലൊരു നഷ്ടം ഉണ്ടായി ഗൈസ് എനിക്ക്. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കട എന്തായാലും നമുക്ക് തുറക്കാട്ടെ. അതെന്തായാലും നമ്മൾ ഒരു സാധനം ഗൈസ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചോളൂ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഇതിനൊക്കെ പ്രോഫിറ്റ് അല്ല, നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിതിന് $10 കിട്ടും. അപ്പോൾ നമുക്കിതിനൊരു $12 വെച്ച് അങ്ങോട്ട് കൊടുക്കാം. അയ്യോ $120 ആയി. അയ്യോ ഇപ്പോൾ പോയേനെ. നമുക്കിനെ ഒരു $12 വെച്ച് നമുക്ക് നമ്മുടെ കോഫി പൗഡറിന് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ $12 നമുക്ക് അവിടെ കോഫി പൗഡറിന് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാസ്തയ്ക്ക് നമുക്ക് എത്രയാണ് മാർക്കറ്റ് പ്രൈസ് എന്നറിയില്ല. മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് നമുക്ക് $3.12 കിട്ടും. അപ്പോൾ നമുക്കൊരു $4 വെച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്യാം. നമ്മൾ $4 സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ് ഇതിനും അതുപോലെ തന്നെ ആയിരിക്കില്ലേ, നോക്കട്ടെ. അതെ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെയാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഷുഗർ പൗഡറിന് നമുക്കിനി പ്രൈസ് സെറ്റ് ചെയ്യാം. ഇതിന് $4 നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. നമുക്ക് ഇതിനൊരു $5 സെറ്റ് ചെയ്യാം. ഓക്കെ റെഡി. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം ഗൈസ്. അപ്പം ഇതൊക്കെ നമ്മൾ അന്ന് സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അതെ ഗൈസ്, അപ്പോൾ നമ്മളിതിന് $5 അന്ന് സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിന് മാർക്കറ്റ് പ്രൈസ് $3 ഉള്ളൂ ഗൈസ്. നമ്മൾ കുറച്ച് കൂടുതലാണ്, എന്നാലും ഇരിക്കട്ടെ ഗൈസ്, നമുക്ക് അതിൽ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ബ്രെഡിന് നമ്മൾ അന്ന് സെറ്റ് ചെയ്തതാണ് ഗൈസ്, എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന് $3 ഉള്ളൂ ഗൈസ്. നമ്മൾ അന്ന് $5 വെച്ച് സെറ്റാക്കിയതാണ്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ഓക്കെ, നമുക്കിനി ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ആൾക്കാരെയൊന്നും കാണാനൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് തിരഞ്ഞു നോക്കാം. ഒരാൾ ഗൈസ് കട തുറന്ന ഉടനെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ചേട്ടാ നമ്മുടെ കട അതാ അവിടെ ഉണ്ട്, ബിഗ് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോവാം. ചേട്ടോ നേരെ നടക്ക്. ഇയാൾ ഗൈസ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. എന്തൊരു സ്ലോ ആണ് ഗൈസ്. നമ്മൾ ഓടിയാണ് നടക്കണേ. ഇയാൾ വലിയ നമ്മളെക്കാളും ചെറുപ്പമാണെന്നാണ് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഗൈസ് ഇത്ര മെല്ലെ അനങ്ങി നടക്കില്ല, മെല്ലെ നടക്കണ്. എന്തായാലും കടേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഗൈസ് ഇവിടെയൊക്കെ ചേട്ടാ എല്ലാം എടുത്തോ. അടിപൊളി സംഭവങ്ങളാണ്, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ. എടുത്തോ ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ അടുത്തൊരു കസ്റ്റമറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ കൗണ്ടറിൽ പോയി ബില്ലടിക്കാം. ഇയാൾ രണ്ട് ഷുഗർ പൗഡറും 2 പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇയാൾ നമുക്ക് ഫസ്റ്റ് പ്രൈസാണ് തന്നിരിക്കുന്നത്. പൈസയാണ് തന്നിരിക്കുന്നത്, നോട്ട്. അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് കൊടുത്തിട്ടുണ്ട് $2. ഇയാൾ 2 കോഫി പൗഡറും 2 ബ്രെഡുമാണ് എടുത്തേക്കണേ. ഇയാൾ കാർഡ് തന്നു കേട്ടോ. നമുക്ക് കാർഡിൽ നിന്ന് ഗൈസ് $29 നമുക്ക് ഇതിന് $29 നമുക്ക് എടുക്കണം. ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പെണ്ണുമ്പോൾ ഗൈസ് ഒരു 2 എന്താണ് ഇതിനെ പറയുക, വീറ്റ് പൗഡർ എന്താണ് അങ്ങനെ ഗൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഫ്ലോർ അത് തന്നെയാണ്. ഈ പെണ്ണുമ്പോൾ 2 ഷുഗറും പിന്നെ എന്താണ് പാസ്ത എടുത്തിട്ടുണ്ട്. നമ്മൾ ചേഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് മെല്ലെ എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും ഗൈസ് ഒരാൾ വന്ന് നമുക്ക് എണീച്ചൊന്ന് ഇത്തിരി ഒന്ന് റിലാക്സ് ആവാൻ ടൈമും കൂടി ഇല്ല ഗൈസ്. അപ്പോഴേക്കും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കണം. നമുക്ക് എന്തായാലും കൗണ്ടറിൽ നിൽക്കാട്ടോ ഗൈസ്. ഈ ഒരു ചേച്ചി വന്നിട്ടൊരു ഷൂവിൻ്റെ ഒരു ഷുഗർ പൗഡറും പിന്നെ പാസ്ത എടുത്തിട്ടുണ്ട്. കാർഡാണ് തന്നേക്കണം കേട്ടോ. അപ്പോൾ $9 നമുക്ക് ഇതിന് എടുക്കണം. ഓക്കെ $9 എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ബ്രെഡും കൂടി നമുക്ക് ബില്ലടിച്ച് കൊടുക്കാം.
കാർഡ് തന്നു, സ്കാൻ ചെയ്ത് എടുക്കാം പൈസ. $10 നമുക്ക് ഇതിന്ന് എടുക്കണം. ഓക്കെ ഗൈസ്, ഈ ഒരു ചേട്ടനുണ്ടല്ലോ നല്ലോണം ഫുഡ് അടിക്കുന്നുണ്ട്. അതാണ് ഇത്രയും അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. രണ്ടെണ്ണം വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ. അപ്പോൾ നമുക്ക് പൈസ ബാലൻസ് കൊടുക്കാം. നല്ല ഫുഡ് അടിയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ നേരെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് കൊടുക്കാം. $96 നമുക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് 50 ഒരു നോട്ട്, പിന്നെ അവിടെ 20 2 നോട്ട് എടുക്കണം. പിന്നെ നമുക്കിനി ഒരു 5 ഡോളറും കൊടുക്കണം. പിന്നെ ഒരു $1 കൂടി കൊടുത്താൽ റെഡി ഗൈസ്. അപ്പം നമ്മൾ അതും കൊടുത്തിട്ടുണ്ട്. ഈ ചേട്ടനുണ്ടല്ലോ നമ്മളെവിടെയോ കണ്ടിട്ട് പരിചയം ഗൈസ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി ബില്ലെടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. ഓക്കെ, നമ്മൾ $22 നമുക്ക് എടുക്കണം കേട്ടോ. ഓക്കെ, 12 സെൻറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഇത് കറക്റ്റാണ് ഗൈസ്. ഇത് നമ്മുടെ ഒരു പരിചയമുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ. അയാൾ സീനാണ്. നമുക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. പിന്നെ $12 നമുക്ക് ഇതൊന്ന് എടുക്കണം. ഓക്കെ റെഡി ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ. ഇയാൾ നല്ല ഫുഡ് അടിയാണ് തോന്നുന്നുണ്ട്. നമ്മുടെ ഫ്ലോറൊക്കെ 2-3 പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി വെട്ടി ഇങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബില്ലടിച്ച് അങ്ങോട്ട് കൊടുക്കാം ഗൈസ്. കറക്റ്റ് പൈസയാണ് കേട്ടോ. ചേട്ടാ പുതിയ കടയാണല്ലേ, എന്തായാലും അടിപൊളിയായി പോട്ടെ. ആ ചേട്ടാ പുതിയ കടയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഗൈസ്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് നമുക്ക് 2 ഷുഗർ പൗഡറും ഒരു കോഫീൻ്റെ പൗഡറും എടുത്തിട്ടുണ്ട്. അത് കാർഡാണ് കേട്ടോ തന്നേക്കണേ പുള്ളി. നമുക്ക് എന്തായാലും നമ്മുടെ സ്കാനറിൽ വെച്ച് $22 നമുക്ക് ഇരുന്ന് എടുക്കണം. ഓക്കെ ഗൈസ്, ഇതിൽ കൂടുതലും പൈസേനേക്കാളും ഗൈസ് നമുക്ക് ഇതിൽ കാർഡാണ് കൂടുതലിന്. ഈ പുള്ളി ഏതൊരു ആരുടെയോ ബോഡി ഗാർഡാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് കൂളിംഗ് ഗ്ലാസും അങ്ങനത്തെ സ്യൂട്ടൊക്കെ ഇട്ടേക്കണം. എന്തായാലും പുള്ളി ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാനറിൽ നമുക്ക് പൈസ എടുക്കണം. സ്കാനറില്ല, ഇതിനെന്താ പറയുന്നല്ലോ, ഞാൻ മറന്നു അതിൻ്റെ പേര് ഗൈസ്. ബോട്ടിൽ വാട്ടർ വെക്കണം. ഓക്കെ ചേട്ടാ, ഞാൻ വെച്ചേക്കാം അടുത്ത പ്രാവശ്യം വന്നേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സന്ധ്യ ഉണ്ട് കേട്ടോ, നൈറ്റ് ആവാനായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം. $8 നമുക്ക് ഇത് എടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് നൈറ്റ് ആവാനായിട്ടുണ്ട്. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഓക്കെ ഗൈസ്, ലൈറ്റ് ഇട്ടപ്പോൾ ഒന്നും കൂടി പവറായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കട രാത്രിയിൽ കുറച്ച് വെട്ടം കുറവാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ബ്രെഡിൻ്റെ അത് എടുക്കാം. എന്താണ് പാസ്തയ്ക്ക് എക്സ്പെൻസീവ് എന്നാൽ ചേട്ടനെ എടുക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല എടുത്തില്ലെങ്കിലും. അവിടെ ഇരിക്കട്ടെ, പുള്ളി പോയിട്ടാ. അപ്പോൾ $18 നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ എൻഡ് ചെയ്യാൻ ടൈം ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കട ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ട്. ടൈം 9 മണിയായി. നമ്മുടെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 9 മണി വരെയാണ് കേട്ടോ. അപ്പോൾ 9 മണി ആയിട്ട്. അപ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. കടേൻ്റെ വെളിയിൽ പോയി നിന്നിട്ട് നമ്മുടെ ഈ ബോർഡ് നമുക്ക് ഓപ്പൺ എന്നുള്ളത് നമുക്കത് ക്ലോസ് ആക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്കത് ക്ലോസ് ആക്കി വെച്ചിട്ട് പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ എൻഡ് ചെയ്യാം. ടൈം ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിസിനസ്സിൻ്റെ ലാഭം കണ്ട ഗൈസ്, നമുക്ക് $450 കിട്ടിയേക്കണം. അതെന്തായാലും പൊളിച്ചില്ലേ. നമ്മൾ അടിപൊളിയായിട്ടാണ് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.